വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ പ്രദേശവാസിയായിട്ടുള്ള ഹംസ. എന്തായിരുന്നു അപ്പോൾ സംഭവിച്ചത്? ആ സമയത്ത് ഞാൻ ബസ് കാത്ത് നിൽക്കായിരുന്നു ചൂരമ്മലേക്ക് പോകാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി അങ്ങോട്ട് പോകണ്ടെന്ന്. ബസ് സ്റ്റോപ്പിൽ പോവുകയാണെങ്കിൽ ഏകദേശം നമ്മൾ കയ്യിൽപ്പെടും, കാരണം അത്രയും ഭീകരമായിട്ട് വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈ ഹോട്ടലിന് മുമ്പിൽ നിന്നതിൽ ആദ്യമായിട്ടൊരു വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്ത് അതിന്റെ മുകളിൽ നിന്ന്, പിന്നെ രണ്ടാമതൊരു പൊട്ട് കേട്ടു, അതിൽ ഭീകരമായിട്ട് ഇങ്ങോട്ട് പോന്നു. അതിൽ കേട്ട് ഞങ്ങൾ ഓടി. ഞാൻ ആ ഓടുന്ന സമയത്ത് ഒരു 4-5 ആളുകൾ പണിക്കാർ അവിടെ റോട്ടിലുണ്ട്. അതിൽ 2 ആളായിട്ട് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവരെ നമ്മളറിയില്ല, എന്താണ് സ്ഥിതി എന്നറിയില്ല. അങ്ങനത്തെ അപ്പോൾ ആ സമയത്ത് നല്ലൊരു മഴയും ഉണ്ടായ സമയമായിരുന്നു. പിന്നെ ആ സമയത്ത് KSRTC പിന്നെ ചൂരമ്മയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പാസ് ചെയ്തു പോയി 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള വാഹനങ്ങളൊന്നും പാസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടത്. പാലത്തിൽ ആ സമയത്ത് വേറെ വാഹനങ്ങളില്ല, വേറെ ഒരു വാഹനവും ഇല്ല. അവർ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു, അത് മണ്ണ് തെക്കി ഇങ്ങോട്ട് തള്ളി വിട്ടു. ആ ടാങ്കറിൽ ആളുകൾ, പിന്നെ ഡ്രൈവർക്ക് പറഞ്ഞൊരു പരിക്കുണ്ട്, അവരെ കൊണ്ടുപോയി. അതുപോലെ ആ സമയത്ത് അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് മണ്ണ് നീക്കി ഇവിടെ അതിൽ പെട്ടിട്ട് ഈ സൈഡിൽ പുഴ സൈഡിലുണ്ട്. അതിൽ ആളൊന്നുമില്ല. വിനോദസഞ്ചാരികളുള്ള ബസ്സല്ല. അല്ല, തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സാണ്, അല്ലാതെ മറ്റുള്ള വിനോദ ബസ്സൊന്നുമല്ല. വിനോദസഞ്ചാരികൾ ആരും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അകത്ത് പെട്ടിട്ടില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടില്ല ആ സമയത്ത്. അവിടെ ഉള്ള പണിക്കാർ മാത്രമേ അത് അവിടെ ഉണ്ടായിട്ടുള്ള സമയത്ത്. നിങ്ങളെ ശബ്ദം കേട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. വേറെ ആളുകളുണ്ടായിരുന്നു, എന്റെ കൂടെ ഓടി രക്ഷപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? എത്ര പേര് എനിക്ക് അപ്പോൾ കാണാൻ കഴിച്ചത് 4-5 ആളുകൾ റോട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്. അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. ആ ബസ്സുണ്ടായിരുന്നു. തൊഴിലാളികൾ അതിനകത്ത് മണ്ണിൽ താഴെ ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരാളായിട്ട് രക്ഷപ്പെട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അവിടെ കുറെ അവര് പിന്നെ താമസിക്കുന്ന ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 8 പേരെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി. 8 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതെ അതാ തോന്നുന്നു എനിക്ക്. എന്തായാലും വിനോദസഞ്ചാരികളൊന്നും തന്നെ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നാണ് ദൃക്സാക്ഷി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെയുള്ള ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയിലുള്ള തൊഴിലാളികൾ അതിനകത്ത് അകപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു.